ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറേ കാലമായി എല്ലാവരും നമ്മളോട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറയണം. നമുക്ക് ഷോർട്സ് എടുക്കാനൊക്കെ സമയം ഉണ്ടാവാറുള്ളൂ, വലിയ വീഡിയോസിന് സമയമില്ല. ഏതായാലും ഞാൻ ചെറിയൊരു സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ യൂസറ സീരീസിൽ നമ്മൾ റാപ്പറിന് വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് ഫീഡിംഗ് പില്ലോക്ക് അടിച്ചു വെച്ചതാണ്. ഫീഡിംഗ് പില്ലോയിൽ നമ്മൾ ആപ്ലിക്കായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. യൂസറേൻ്റെ റാപ്പറിൻ്റെ ബെൽറ്റുമിലാണ്, റാപ്പറിൽ വരുന്നത് ബെൽറ്റിൽ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ആസ് യൂഷ്വൽ ക്യാരി ബാഗിനുള്ളതാണ്. അത് അയൺ ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ. അയൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ക്യാരി ബാഗിനുള്ളതാണ്. ക്യാരി ബാഗിന് ആസ് യൂഷ്വൽ മാഷാഅല്ലാഹ് കൊടുക്കുന്ന പോലെ മുകളിൽ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. നല്ല അടിപൊളിയായിരിക്കും, നല്ല കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെ വരും എന്നുള്ളതിൽ. ബാക്കി ചെയ്തിട്ട് കാണിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ അത് ഭയങ്കര എളുപ്പമാണെന്ന് എല്ലാവരും വിചാരിക്കാറ്. പക്ഷേ നമ്മുടെ സമയം മുഴുവൻ പോകും. നൂലൊക്കെ പൊട്ടി അത് ശരിയാക്കാൻ ഒരാൾ അവിടെ കൂടെ തന്നെ വേണം എപ്പോഴും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡയപ്പർ ബാസ്ക്കറ്റിനുള്ളായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൊത്തം കോമ്പോസിറ്റ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. 4 ഐറ്റംസ് ആണുള്ളത്. വളരെ പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ ഒരു പ്രോഡക്റ്റിലും പേര് വേണമെന്നുള്ളായിരുന്നു. എല്ലാതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡയപ്പർ ബാസ്ക്കറ്റിന് താഴേക്ക് വെച്ചിട്ടുണ്ട്. ഫീഡിംഗ് പില്ലോൻ്റെ കേസിൽ വരുമ്പോൾ ഫീഡിംഗ് പില്ലോൻ്റെ ആപ്ലിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല. എക്കോപ്പല് ചെയ്യുമ്പോൾ നീറ്റ്നെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കിൽ കൊടുത്തേക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ താഴത്തതേ കളർ കൊടുത്തത് ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടി ഒരു ബോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ശരിക്കും ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും വീഡിയോയിൽ കണ്ടേക്കാളൊക്കെ ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ആണെന്ന് വെച്ചാൽ പിങ്ക് അല്ല, നല്ലൊരു ഡസ്റ്റി ആയിട്ടുള്ളൊരു പിങ്ക്, നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഡയപ്പർ ബാസ്ക്കറ്റിൻ്റെ കേസിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ബ്രൈഡൽ സ്റ്റോറിൻ്റെ ഡയപ്പർ ബാസ്ക്കറ്റ് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഡയപ്പർ ബാസ്ക്കറ്റ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ മൂടി കുറച്ച് പൊങ്ങി കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കവറിങ് ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ വളരെ വെള്ള കളറിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ്റെ ബട്ടണാണ് യൂസ് ചെയ്തേക്കുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നമ്മളിതിൽ നെയിം കൊടുത്തിട്ടുള്ളത്. മറ്റിലൊക്കെ സൈഡിലാണ് കൊടുക്കാറ് സാധാരണ ഡയപ്പർ ബാസ്ക്കറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. പിന്നെ ഇതിനൊരു പ്രത്യേകത, ക്യാരി ബാഗിൽ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ജസ്റ്റ് 3 സ്ലീപ്പിംഗ് ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ചെക്കോ അതല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ആണ് കൊടുക്കാറുള്ളത്. ഇത് നമ്മൾ പുതിയൊരു ഡിസൈൻ കൊടുത്തിട്ടതാണ്. സക്സസ് ആയിട്ടുണ്ട്. നമ്മളത് ചെയ്യാൻ പറ്റുമോ നോക്കിയതായിരുന്നു, പക്ഷെ വലിയ മോശമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. ക്യാരി ബാഗിലും തന്നെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഒരു ഡബിൾ കളർ ബോർഡ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ക്യാരി ബാഗാണ് കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ നോർമൽ ക്യാരി ബാഗ് വരിക. ഇത് അധികം റേറ്റ് മാറ്റമില്ലാണ്ട് ഹെക്കോബയുടെയും നെയിമിൻ്റെയും റേറ്റ് കുറച്ചാൽ പ്രത്യേകിച്ച് റേറ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ 2 ക്യാരി ബാഗും തമ്മിൽ റേറ്റൊക്കെ ഒന്ന് തന്നെയാണ്. നമുക്കത് തൽക്കാലം ഇങ്ങോട്ട് വെക്കാം, നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് റാപ്പർ ഇതാക്കണം. ഇങ്ങനെ ഒരു സ്റ്റിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വെൽക്രോ വെച്ചിട്ട് ഒടിച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു ബെൽറ്റ് സാധാരണ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കൊടുക്കാറ്. ആ സ്ഥാനത്ത് നമ്മൾ പേരിൻ്റെ ഭാഗം മാത്രം ചെറിയൊരു പ്ലെയിൻ ആയിട്ടുള്ള ബെൽറ്റ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 40 ഇഞ്ച് വീതി, 40 ഇഞ്ച് ഇറക്കമാണ് റാപ്പറിൻ്റെ സൈസ് വരുന്നത്. നമ്മളൊരു ശബ്ദം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ ഒട്ടിക്കുന്ന പണിയാണ്. അപ്പോൾ നമ്മൾ റാപ്പറിൻ്റെ കാര്യം അങ്ങനെ. സൈസ് വരുന്നത് 40x40 ആണ്. 40 ഇഞ്ചസ് നീളം, 40 ഇഞ്ചസ് വീതി. അപ്പോൾ ഒരു മാക്സി തുണിൻ്റെ വീതിൻ്റെ അത്ര വീതി ഉണ്ട് കേട്ടോ. അപ്പം നല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. കുട്ടികളെ ബ്ലാഗ് ചെയ്യാം, കുട്ടികളെ പൊതിഞ്ഞ് കിടത്താം. കുറച്ച് വലിയ കുട്ടിയായാലും നമുക്ക് ഇതിനെ പൊതിഞ്ഞെടുക്കാൻ കഴിയും. പഠിച്ചാലൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് റാപ്പർ. നമുക്ക് റാപ്പർ പൊതിയുന്നത് നമ്മൾ ഒരുപാട് റീൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ അങ്ങനെ ഈ ഒരു വി ഷേപ്പ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സൈസായി എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ പിടിക്കാൻ ആളെ ചാറ്റി ഒക്കെ തനിയെ ചെയ്യണം.
ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് പിടിച്ചിട്ട് പിടിച്ച് ഇന്നത് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. ഡ്രസ്സ് ഞാൻ അതിൻ്റെതോ ഫോർവേഡ് ചെയ്ത് കാണുമല്ലോ. മഹേഷ് ഇവിടെ ഇതായിട്ടുണ്ട്, നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒട്ടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇവിടെ ഇതൊന്ന് വീഡിയോ എടുക്കട്ടെ കേട്ടോ. ചെയ്യാൻ പോകുന്നുണ്ട്. ആകെ 4 സാധനമുള്ളൂ. നമുക്ക് ഹോം ഡെലിവറി ചെയ്യേണ്ട സാധനമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൂസായിട്ട് ആണ് പാക്ക് ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയിട്ട് ഒന്നും പാക്ക് ചെയ്യൂല. നമ്മൾ ലൂസായിട്ടാണ് അങ്ങനെ ആകുമ്പോൾ പാക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു സെറ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമായി. നല്ലൊരു കോമ്പിനേഷനാണ്. ഹെക്കോബ ഓഫ് വൈറ്റും ഈ ഒരു പിങ്കും അടിപൊളി കളറാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോയേക്കാളും. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ യുസ്ര സീരീസ് നിങ്ങൾ കണ്ടല്ലോ. വീണ്ടും ഇതുപോലെ മറ്റൊരു കോംബോ ഡിസൈൻ ചെയ്യുന്നത് കാണാം. അതുവരേക്കും ബൈ.